രാജ്യത്തെ അമ്മമാർക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 6000 രൂപ ലഭിക്കുന്ന പദ്ധതി. അതോടൊപ്പം തന്നെ ചില അമ്മമാർക്ക് ലഭിക്കുന്നത് 5000 രൂപയായിരിക്കും. ഈ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പേരിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യം. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് പണമിടും. അതുമാത്രമല്ല, ഇത് നമ്മളുടെ സംസ്ഥാനത്തും എല്ലാ അമ്മമാർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ഈ ആനുകൂല്യം ഏത് രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ് എന്ന് കൃത്യമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് മാതൃവന്ദന യോജന എന്നൊരു സഹായം. പ്രസവാനന്തരം അമ്മമാർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക പദ്ധതി കൂടിയാണിത്. അതായത് പ്രസവ സമയത്തെ തൊഴിൽ നഷ്ടം, അതോടൊപ്പം തന്നെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യകത, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ സമയത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിശ്രമം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ നഷ്ടം, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നികത്തുന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഇവിടെ സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കുന്നത്. പരമാവധി ഒരു അമ്മയ്ക്ക് ലഭിക്കുന്നത് 11,000 രൂപ വരെയാണ്. 5000 രൂപ ആദ്യത്തെ പ്രസവത്തിനും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിലാണ് കേരളത്തിലുള്ള അമ്മമാർക്ക് 6000 രൂപ കൂടി ലഭിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ 11,000 രൂപ വരെ ഒരമ്മയ്ക്ക് വാങ്ങുന്നതിനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നത്. പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് കൃത്യമായിട്ട് ഗർഭിണിയാണ് എന്ന കാര്യങ്ങൾ സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ അത് സ്ഥിരീകരിച്ച 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതല്ല എങ്കിൽ നമ്മുടെ സമീപമുള്ള അംഗനവാടികൾ വഴി. അംഗനവാടി ടീച്ചർമാരാണ് ഇതിനുവേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അവരുടെ പക്കലുള്ള ആപ്ലിക്കേഷൻ ഫോം, അതോടൊപ്പം തന്നെ അവരുടെ പക്കലേക്കാണ് നമ്മൾ അനുബന്ധ റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹാജരാക്കേണ്ടത്. നമ്മളുടെ റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും കൃത്യമായിട്ട് തന്നെ നൽകുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് സഹായം ലഭിക്കുന്ന ഒരു സ്കീം കൂടിയാണിത്. അതുമാത്രമല്ല, ഇവിടെ 3 ഗഡുക്കളൊക്കെ ആയിട്ടാണ് തുക വിതരണം നടക്കുന്നത്. ആദ്യം പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 1000 രൂപ, പിന്നീട് 6 മാസത്തെ പരിശോധനകൾ, ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ലഭിക്കുന്ന 2000 രൂപ, ഏറ്റവും ഒടുവിലായിട്ട് കുഞ്ഞ് ജനിച്ച് കുഞ്ഞിൻ്റെ ബർത്തൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ലഭിക്കുന്ന 2000 രൂപ. ഇങ്ങനെ ഇത് പല ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ആനുകൂല്യം പരമാവധി ആളുകൾക്കും ഒരുമിച്ച് എത്തുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇത് പല ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും, അതോടൊപ്പം തന്നെ ഫണ്ട് അനുവദിക്കുന്നതിലുള്ള താമസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മൂലമൊക്കെയാണ് ഈ ആനുകൂല്യം ഒരുമിച്ചൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. 5000 രൂപയാണെങ്കിൽ 5000, അതല്ലെങ്കിൽ 6000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അപേക്ഷകളും മറ്റു മാർഗ്ഗനിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ സമീപമുള്ള അംഗനവാടി വഴി തന്നെ നമുക്ക് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ പോഷകാഹാര കിറ്റുകൾ, അതും തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് അവർക്ക് ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് സർക്കാർ നടത്തുന്നതാണ്, വിതരണം ചെയ്യുന്നതാണ്. ഈ ആനുകൂല്യങ്ങൾ കൂടി ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും അറിയിപ്പെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.